വയനാട് മണ്ഡലത്തിൽ ഒരു വീട്ടിൽ ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് വോട്ടുണ്ടെന്ന ബിജെപി നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം തെറ്റാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. ചൗണ്ടേരി വീട്ടുപേരല്ല സ്ഥലപ്പേരാണെന്നും വ്യക്തമാക്കിയാണ് ആരോപണങ്ങൾ തള്ളിയത്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉന്നയിച്ചതിന് മറുപടിയായാണ് അനുരാഗ് ഠാക്കൂർ ആരോപണം ഉന്നയിച്ചത്. കൽപ്പറ്റയിൽ ചൗണ്ടേരി എന്ന വീട്ടുപേരിൽ വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർക്ക് വോട്ടുണ്ടെന്നായിരുന്നു ആരോപണം. वायनाड में 93,499 डाउटफुल वोटर हैं, जिनमें से 20,438 डुप्लीकेट वोटर हैं, 17,450 फेक एड्रेस के साथ हैं, 4,246 मिक्स्ड हाउस होल्ड है और 51,365 वोटर मास एडिशन में हुए। अब आप नाम देखिए साहब, मैमूना नाम है, बूथ नंबर 135 है और फिर वो 115 पे भी वही है, फिर 152 में भी वही है। विधानसभा एक है इरानाड, लेकिन पोलिंग बूथ 135, 115, 152 में मैमूना बार बार वोटर बन जाती है, लेकिन राहुल जी प्रियंका जी को पता नहीं चलता क्योंकि उनको चुनाव जिताती हैं। അനുരാഗ് ഠാക്കൂർ ആരോപണം ഉന്നയിച്ച വള്ളിയമ്മയും മറിയമ്മയും മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ചൗണ്ടേരി ഒരു സ്ഥലത്തിന്റെ പേരാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ഷംസാദ് മരക്കാർ പറഞ്ഞു. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറയുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കണിയാമ്പറ്റി ചൗണ്ടേരി എന്ന് പറയുന്ന വീട്ടുപേരിൽ ഹിന്ദു മതവിശ്വാസിയായ വള്ളിയമ്മയും മുസ്ലിം മതവിശ്വാസിയെ മറിയമ്മയും ഒരുമിച്ച് താമസിക്കുന്നു, അവർ വോട്ട് ചെയ്തു എന്നുള്ളത്. അദ്ദേഹത്തിന് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഗൗരവമില്ലാത്തതോ അല്ലെങ്കിൽ ഈ കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് ബോധ്യമില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ചൗണ്ടേരി എന്ന് പറയുന്ന ഒരു വീട്ടുപേരല്ല, അതൊരു സ്ഥലനാമത്തിന്റെ പേരാണ്. അത് അവിടുത്തെ നൂറുകണക്കിന് ആളുകളുടെ വീടിന്റെ പേരായി ഉപയോഗിക്കുന്ന സ്ഥലനാമമാണ്. ആ ആളുകളൊക്കെ താമസിക്കുന്നത് സ്വന്തം വീട്ടിലാണ്, അവർക്കൊക്കെ സ്വന്തമായി വീടുണ്ട്. ഒരു വീട്ടിലല്ല അവരാരും താമസിക്കുന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിംസും പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലനാമമാണിത്. അത് BJP ഒരു റൂമിൽ 80 പേരുടെ വോട്ട് ചേർത്തത് പോലെയാണ് ഇത് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കേന്ദ്രമന്ത്രി പറഞ്ഞതെങ്കിൽ ഇത് ശുദ്ധ മണ്ടത്തരമാണ്. അദ്ദേഹം പറഞ്ഞ് തിരുത്തി പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. BJP ഉയർത്തിയ ആരോപണങ്ങൾ തെറ്റാണെന്ന് വ്യക്തമായെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് വിഷൻ, കൽപ്പറ്റ.